നമസ്കാരം. പെണ്ണ് കേസിൽപ്പെട്ട് മുങ്ങിയ മാങ്ങാണ്ടിയെ തിരിച്ചു വിളിക്കുന്ന ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. എന്തെല്ലാം തരത്തിലുള്ള ട്രോളലാണ് വരുന്നത്. അതായത് എന്ത് തരം പ്രശ്നം ഉണ്ടെങ്കിലും മാങ്ങാണ്ടി നീ എന്ത് ചെയ്യരുത്, നീ മാളത്തിൽ പതുങ്ങരുത്, നീ ഇറങ്ങി വാ, നിന്റെ കുടുംബത്തിനകത്തത് പരിഹരിക്കാമെന്നുള്ള നിലയ്ക്ക് ഒരച്ഛൻ്റെ വാത്സല്യത്തോടു കൂടി പ്രവാസലോകം എന്നൊരു പരിപാടിയിൽ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു കാഴ്ച കേരളം ഇപ്പോൾ വലിയ തോതിൽ ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റാണ്. നാടത് കാണണം. എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണമെന്ന് നമുക്കെത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. രാഹുലിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാൻ ഒരു വിമുഖതയും കാണിക്കേണ്ട കുടുംബമല്ല എന്റെ മുന്നിൽ. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ പ്രശ്നങ്ങളോ തന്റെ ഏതെങ്കിലും പുതിയ ബന്ധങ്ങളോ എന്തുണ്ടെങ്കിലും പറയാവുന്ന ഒരു കുടുംബമാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് അർത്ഥം. എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്രത്യക്ഷനായത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നിങ്ങള് ഈ കുടുംബത്തെ ഉപേക്ഷിച്ചു പോകേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അവർ ഹനിച്ചിട്ടുണ്ടോ? അഥവാ നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ഫോൺ കോൾ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ലേ? അപ്പൊ എന്തോ ദുരൂഹതകളുണ്ട് നിങ്ങളുടെ പോക്കിൽ. രാഹുലിനെ കണ്ടെത്തുന്നവര് എവിടെയെങ്കിലും ബോംബെയിലോ ഗോവയിലോ മറ്റേതെങ്കിലും പട്ടണങ്ങളിൽ കണ്ടെത്തുന്നവര് തീർച്ചയായിട്ടും അറിയിക്കും. അതെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കാം. ഇതിനേക്കാൾ കൂടിയ അല്ലെങ്കിൽ തീവ്രമുള്ള ഇനങ്ങളാണ് ആ കുടുംബത്തിനകത്തുള്ളത്. അതായത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഷയിൽ പറഞ്ഞാൽ KPCC ഓഫീസിലുണ്ടായിരുന്ന കിളിവാതിൽ തുടങ്ങി തിരിച്ചിറങ്ങി വരുമ്പോൾ ബക്കറ്റ് വെള്ളം എടുത്ത് വയ്ക്കുന്ന ചരിത്രം, ആ ചരിത്രം തൊട്ട് പിന്നീട് സോളാർ കേസിലെ രാത്രി കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ച ആ ചരിത്രം വരെ ഉറങ്ങുന്ന KPCC ഓഫീസ് എന്ന കുടുംബത്തിനകത്ത് ഇതൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ട്രിക്ക് എനിക്കൂടെ പഠിപ്പിച്ചു തരൂ എന്ന നിലയിലേക്ക് കേൾക്കാനും രാഹുൽ മാങ്ങാണ്ടിയുടെ ശിഷ്യത്വം സ്വീകരിക്കാനും മുതിർന്ന നേതാക്കന്മാരുടെ ഒരു പട തന്നെ ഉണ്ടാകും. കാര്യം ഈ ഡിജിറ്റൽ തെളിവ് കൊടുത്തുടനെ പലരിടത്തും ചോദിക്കുന്നത് കിട്ടിയോ എന്നുള്ളതാണ്. എന്തിനാണ്? കാണാനുള്ള ആവേശം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറയും. സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു യുവ നേതാവ് പെട്ടപ്പോൾ ഡിജിറ്റൽ തെളിവ് ഹാജരാക്കി മാധ്യമങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മെസ്സേജുകൾ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കുന്നത് അത് കിട്ടിയോ, ഉടനടി എനിക്കൂടെ അയച്ചു തരണേ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ കുടുംബം എത്ര വിശാല ഹൃദയരാണ്. ആ കുടുംബം ഒന്നടങ്കം പറയുകയാണ്, എന്തിനാണ് നീ ഒളിവിൽ പോയത്, നീ ഇങ്ങോട്ട് വരൂ, നീ ഞങ്ങളുടെ ഇടയിലേക്ക് വരൂ, ഞങ്ങൾ നിനക്ക് വിദഗ്ധ ഉപദേശം തരാം എന്നുള്ള നിലയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ വീഡിയോയുമായിട്ട് ചേർത്ത് പറയുമ്പോൾ KPCC ഓഫീസിൽ ഈ ആരോപണം കേൾക്കാത്ത ഒരൊറ്റ നേതാവ് സോളാർ കേസുമായി ബന്ധപ്പെട്ടില്ല. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എന്തിനാണ് മാങ്ങാണ്ടി ഒളിച്ചു നിൽക്കേണ്ടത്? നേരെ തറവാട്ടിൽ തന്നെ പോയി ഒളിച്ചിരിക്കൂ, അവിടെ വന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോളായിട്ടാണ് ഈ വീഡിയോ പ്രചരിക്കുന്നതെങ്കിലും ആ വരികൾക്ക് വലിയ അർത്ഥതലമുണ്ട്. ആ വരികൾക്കുള്ളിൽ ഉൾച്ചേർന്നിരിക്കുന്ന ആ അർത്ഥതലം അത് നാട്ടുകാർ മനസ്സിലാക്കാൻ ഉതകുന്നതാണ് ആ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്.